ശാന്തി. ഒരു നഗരത്തിൽ നഗര കവാടത്തിൻ്റെ അടുത്തായിട്ട് ഒരു മനോഹരമായിരിക്കുന്ന ഒരു ഗാർഡൻ ഉണ്ടായിരിക്കുന്നു. ആ ഗാർഡനിൽ കിട്ടാവുന്നതിൽ വെച്ച് എല്ലാ നല്ല ചെടികളെയും നട്ടു വളർത്തി അതിനെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു ബ്രാഹ്മണനായിരുന്നു. ആ വഴിയിലൂടെ പോകുന്ന എല്ലാവരുടെയും കണ്ണറിയാതെ ആ പൂന്തോട്ടത്തിൽ ചെല്ലാതിരിക്കില്ല. അവിടെ ചെല്ലുന്ന എല്ലാവരെയും എല്ലാ ചെടികളും എടുത്തും കൊണ്ടുപോയി കാണിച്ചു കൊടുത്ത് ഇത് ഞാൻ എൻ്റെ കൈ കൊണ്ട് നട്ടു വളർത്തി ഉണ്ടാക്കുന്ന ചെടികളാണെന്ന് ആനന്ദത്തോടെ ആ ബ്രാഹ്മണൻ പറയുമായിരുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം ഉച്ച സമയത്ത് ആഹാരം കഴിഞ്ഞ് ബ്രാഹ്മണൻ ആ ഗാർഡനിലെ ഒരു മരത്തിൻ്റെ താഴെ അങ്ങനെ കിടക്കുന്ന സമയത്ത് അറിയാതെ കണ്ണടഞ്ഞു പോയി. ആ ഗാർഡൻ്റെ ഗേറ്റ് ആ സമയത്ത് തുറന്നു കിടക്കുകയായിരുന്നു. അപ്പോൾ ഒരു പശു ആ ഗാർഡനിലേക്ക് കടന്നു വന്നു. അത് നിറച്ച് പച്ചപ്പും പൂക്കളും അതിന് കഴിക്കാവുന്നത്രയും അത് കഴിച്ചുകൊണ്ടേയിരിക്കണം, ആനന്ദിച്ച് കഴിക്കുകയാണ്. കുറച്ച് സമയം കഴിഞ്ഞ് ഈ ബ്രാഹ്മണൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ കുറേ ഭംഗിയുള്ള പൂക്കളെയും ചെടികളെയും ഒക്കെ ഈ പശു തിന്ന് അവസാനിപ്പിച്ചിരിക്കുന്നു. ഈ ബ്രാഹ്മണന് ദേഷ്യം സഹിക്കാനായില്ല. അയാൾ കയ്യിൽ കിട്ടിയ വടിയെടുത്തുകൊണ്ട് ഈ പശുവിനെ തലങ്ങും വിലങ്ങും തല്ലിക്കൊണ്ടേയിരുന്നു. പശു രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷെ അയാളുടെ അടിയുടെ ശക്തിയിൽ ആ പശു വീണുപോയി. ആ വീണെടുത്തിട്ട് എണിക്കാൻ സമ്മതിക്കാതെ പശുവിനെ അടിച്ചടിച്ച് അയാളുടെ ദേഷ്യം തീരുമ്പോഴേക്കും അയാൾക്ക് ഒരു കാര്യം മനസ്സിലായി, ആ പശു മരിച്ചുപോയി എന്ന്. പശു ചത്തുപോയല്ലോ, ഒരു ബ്രാഹ്മണനായിട്ട് ഞാനൊരു പശുവിനെ കൊന്നല്ലോ എന്ന് ഭയങ്കര സങ്കടമായി അയാൾക്ക്. അത് കഴിയുമ്പോൾ പേടി വരാൻ തുടങ്ങി. അയ്യോ, ഈ പശുവിനെ എങ്ങാൻ ആൾക്കാർ കണ്ടാൽ എന്നെ എന്തു ചെയ്യും, ആരുടെ പശു ഇത്? അങ്ങനെ അവസാനം ഈ പശുവിൻ്റെ മൃതദേഹത്തിനെ ഒളിപ്പിക്കാൻ വേണ്ടി അതിനെ വലിച്ചു കൊണ്ടുപോയി ഗാർഡനിൽ ഒരു മൂലയ്ക്ക് പാറകളും ഇലകളും നിറച്ചുള്ള ഒരു സ്ഥലം നോക്കി ആ പാറകളുടെ അടിയിൽ ഈ ബോഡി വെച്ച് അതിനെ മുഴുവൻ ഇലകൾ കൊണ്ട് കവർ ചെയ്ത് അയാൾ വീണ്ടും ഒന്നും അറിയാത്തവനെ പോലെ മുന്നോട്ടേക്ക് വന്നു. പക്ഷേ ഗാർഡൻ്റെ വാതിൽ വന്നപ്പോഴും അയാൾക്ക് മനസ്സിൻ്റെ ഉള്ളിൽ പേടി കൊണ്ട് ആകെ വിറയൽ വരാൻ തുടങ്ങി, വിയർക്കാൻ തുടങ്ങി. അയാൾ ചിന്തിക്കുകയാണ്, ഹോ കഷ്ടം, എന്താ ഞാൻ ഈ ചെയ്തത്, ഇത് വല്ലാത്ത അപരാധമായി പോയല്ലോ എന്നൊക്കെ വിഷമത്തോടെ ചിന്തിക്കുക. അപ്പോൾ അയാളുടെ മനസ്സിൽ തിരിച്ചൊരു ചിന്ത വരികയാണ്, ചെയ്യുന്നവനും ചെയ്യിപ്പിക്കുന്നവനൊക്കെ ഭഗവാൻ എന്നല്ലേ പറയുന്നത്. ഞാൻ എൻ്റെ കൈകൾ കൊണ്ട് ആ ദേഷ്യത്തിന് പശുവിനെ അടിക്കാൻ വേണ്ടി വടിയെടുത്തു എന്നേ ഉള്ളൂ. വാസ്തവത്തിൽ എൻ്റെ കയ്യിലൂടെ പ്രവർത്തിച്ച ആ പശുവിനെ കൊന്നത് ഭഗവാനല്ലേ. അപ്പോൾ പിന്നെ പശുവിനെ കൊന്നത് ഞാനല്ല, പശുവിനെ കൊന്നത് ഭഗവാനാണ്. അപ്പോൾ അയാൾ ചിരിച്ചുകൊണ്ട് സ്വയം അവനവനോട് പറയുകയാണ്, പശുവിനെ കൊന്നത് ഭഗവാനാണ്, പശുവിനെ കൊന്നത് ഞാനല്ല എന്ന് പറയുകയാണ്. അങ്ങനെ ഈ ശബ്ദം പലതവണ ഇങ്ങനെ മുഴങ്ങി അന്തരീക്ഷത്തിൽ. ശബ്ദം ഭഗവാന്റെ സങ്കല്പത്തിലും കാതുകളിലും ചെന്നെത്തി. ഒരു വൃദ്ധനായ മനുഷ്യൻ്റെ രൂപത്തിൽ ആ ഗാർഡനിലേക്ക് ഭഗവാൻ പ്രത്യക്ഷമായി അത്രേ. അപ്പോൾ ആ ഭഗവാൻ വന്നപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി ആ ബ്രാഹ്മണൻ അവിടെ കേടാവാതെ നന്നായി നിൽക്കുന്ന ആ ഗാർഡനിലെ എല്ലാ ഭാഗങ്ങളും കൊണ്ടു നടന്ന് കാണിക്കുകയാണ്. അപ്പോൾ പറയുകയും ചെയ്തു, നോക്കി ഈ ചെടികളെയൊക്കെ തന്നെ ഞാൻ എൻ്റെ കൈ കൊണ്ട് നട്ട് നനച്ച് വളർത്തി ഉണ്ടാക്കിയ ചെടികളാണിത്, ഇവയൊക്കെ എൻ്റെ ചെടികളാണ് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ചോദിച്ചു, നീ തന്നെയാണോ നട്ട് വളർത്തി ഉണ്ടാക്കിയത്? അപ്പോൾ ഭഗവാൻ തീർച്ചയായിട്ടും ഇതിലെന്തെങ്കിലുമൊക്കെ കാര്യം നിന്നെ സഹായിച്ചിട്ടുണ്ടായിരിക്കില്ലേ? അപ്പോൾ ബ്രാഹ്മണൻ പറയും, ഭഗവാനോ, ഈ ചെടീനെയൊക്കെ കഷ്ടപ്പെട്ട് നട്ട് വളർത്തി വെള്ളം നനച്ച് പൂക്കളാക്കിയത് എല്ലാം ചെയ്തത് ഞാനാണ്. ഇതിൽ ഞാൻ ചെയ്യുന്ന കാര്യം എല്ലാവരും കാണുന്നവരാണ്. ഇതിലിപ്പോൾ ഭഗവാൻ എന്താ കാര്യമുള്ളത് എന്ന് പറയും. അപ്പോൾ വൃദ്ധനായ ആൾ ആ ഗാർഡനിലെ മൂലയ്ക്ക് പാറകളുടെ അടിയിൽ കൂട്ടിയിട്ടതായിരിക്കുന്ന ഇലേൻ്റെ അടുത്ത്, അതെന്താ ഒരു കുന്നവിടെ കാണുന്നുണ്ടല്ലോ എന്ന്. അപ്പോൾ ഇയാൾ ആകെ പേടിക്കാൻ തുടങ്ങി. അപ്പോൾ ചെന്ന് ആ പാറയെ പതുക്കെ അങ്ങ് നോക്കുമ്പോൾ ഒരു പശു ചത്ത് കിടക്കുകയാണ്. അപ്പോൾ ചോദിക്കും, ഇതെന്താ ഈ കാണുന്നത്? അപ്പോൾ പറയും, ഇത് ഞാൻ ചെയ്തതല്ല, ഇത് എൻ്റെ കയ്യിൽ കയറി ഭഗവാൻ ചെയ്തതാണ്. ഈ പശുവിനെ ഇവിടെ കൊണ്ടുവന്ന് തിന്നാനാക്കിയതും അത് കഴിഞ്ഞ ശേഷം ഇവിടെ വന്നപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ ക്രോധം കൊണ്ട് വടിയെടുത്തു എന്നേ ഉള്ളൂ, അതിനെ കൊല്ലണമെന്നൊന്നും ഞാൻ വിചാരിച്ചിരുന്നില്ല, അടിച്ചതിനെ കൊന്ന ആൾ ഭഗവാനാണ് എന്ന് പറയും. അപ്പോൾ ചോദിക്കും, അല്ല ഈ ചെടികളെയൊക്കെ നട്ട് വളർത്തി ഇതൊക്കെ വലുതാക്കിയത് നീയാന്നല്ലേ പറഞ്ഞേ, അപ്പോൾ പശുവിനെ കൊന്നത് മാത്രം എങ്ങനെയാണ് ഭഗവാനാകുന്നത് എന്ന്. വാസ്തവത്തിൽ ഇതാണ് മനുഷ്യന്മാരെ മനസ്ഥിതി. എന്ത് കർമ്മം നല്ലത് സംഭവിക്കുന്നു അവിടെയൊക്കെ നമ്മൾ പറയും ഇത് ഞാൻ ചെയ്തതാണെന്ന്. എപ്പോഴൊക്കെ മോശം സംഭവിക്കുന്നു അപ്പോഴൊക്കെ പറയും ഭഗവാൻ എന്നെ എന്തിനാ ദുഃഖിപ്പിക്കുന്നത് എന്ന്. അതുകൊണ്ട് ഭഗവാൻ ഒരു ജീവാത്മാവിൻ്റെയും കർമ്മത്തിൽ കൈ കടത്തുന്നില്ല. എല്ലാ ജീവാത്മാക്കൾക്കും തൻ്റെ കർമ്മം തിരഞ്ഞെടുക്കാനുള്ളതായിട്ടുള്ള സ്വാതന്ത്ര്യവും ആ കർമ്മഫലം അനുഭവിക്കാനുള്ളതായിരിക്കുന്ന ബാധ്യതയും ഉണ്ട്.
അതുകൊണ്ട് ശ്രേഷ്ഠ കർമ്മം തിരഞ്ഞെടുക്കേണ്ടതും ശ്രേഷ്ഠമായിരിക്കുന്ന ഭാഗ്യം ഉണ്ടാക്കേണ്ടതും നമ്മുടെ ഉത്തരവാദിത്വമാണ്. അല്ലാതെ ഭഗവാനെ നീ എന്തിനാ എന്നെങ്ങനെ കണ്ണീര് കുടിപ്പിക്കുന്നത്, ഈശ്വരനാണ് നമുക്ക് ദുഃഖം തരുന്നവൻ എന്ന് ഒരിക്കലും വിചാരിക്കരുത്. നമ്മുടെ കർമ്മങ്ങളാണ് നമുക്ക് സുഖമായിട്ടും ദുഃഖമായിട്ടും വന്നു ഭവിക്കുന്നത്. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.